ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 4 ക്ലാസ് കഴിഞ്ഞെന്ന് തോന്നും. അതായത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ. ഏകദേശം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം തരും. ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഉചിത പദേന പൂരയത്തു. ഉചിത പദേന, ഉചിതമായ പദേന, പദത്താൽ. ഏത് വിഭക്തിയാ? തൃതീയ ഏകവചനം. പദത്താൽ ആൽ വന്നില്ലേ? ഉചിത പദേന പൂരയതു, പൂരിപ്പിച്ചാലും എന്നൊക്കെ പറയാം. ലോട്ടാണ് പൂരേതാം പൂരയന്തു. അപ്പോൾ ഉചിത പദത്താൽ ഇപ്പോൾ ഉചിത പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഇതിനകത്ത് ചേരുന്നത് എടുത്തെഴുതുക. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ തരും. അതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചെഴുതണം. ഒന്നാമത്തെ ഭവതഃ ഡാഷ് കിം. ഭവതഃ ഡാഷ് കിം. ഭവതഃ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കളുടെ. അപ്പോൾ അവിടെ ഉടേ വരുമ്പോഴത്തേക്ക് ഒരു ഷഷ്ടി വിഭക്തി വരുന്നില്ലേ? താങ്കളുടെ. അപ്പോൾ അതിൻ്റെ പ്രഥമം എന്തായിരിക്കും? ഭവാൻ ഭവന്തോ ഭവന്തഃ എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് ഷഷ്ടി ഏകവചനമാണ്. ഭവാൻ ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനം. ഭവതഃ താങ്കളുടെ. ഭവാനോ താങ്കൾ, അങ്ങ് എന്നൊക്കെ പറയില്ലേ. ഭവതഃ ഡാഷ് കിം. നാമ പേരെന്തെന്നാണ്. കിം എന്ത്. അപ്പോൾ ഭവതഃ ഡാഷ് കിം. ഇവിടെ മമ നാമയല്ലേ പേരെന്നുള്ളത്. അപ്പം ഭവതഃ നാമ കിം. താങ്കളുടെ പേരെന്ത്. അടുത്തത് ഡാഷ് സതതം ലാളയതി. ഡാഷ് സതതം എല്ലായ്പ്പോഴും എപ്പോഴും. ലാളയതി ലാളിക്കുന്നു. ആരാണ് ലാളിക്കുന്നത്? അമ്പയാണോ ബാലകഹയാണോ? അമ്പ അല്ലേ സാധാരണ ലാളിക്കുന്ന മക്കളെ. അപ്പോൾ അമ്പ സതതം ലാളയതി. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ. അടുത്തത് മേഘഃ ഡാഷ്. മേഘ എന്താ ചെയ്യുന്നത്? മേഘ അറിയാം എന്തായാലും എന്താണെന്ന്. മേഘഃ ഡാഷ്. മേഘ എന്താ ചെയ്യുന്നത്? പഠതി മേഘം പഠിക്കുകയാണോ? അല്ലല്ലോ. വർഷിക്കുന്നു, താഴോട്ട് വീഴുന്നു എന്നുള്ള. മേഘഃ വർഷിക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നു എന്ന് കാണിക്കുകയാണ്. വർഷതി. മീനഃ ഡാഷ് വസതി. മീന ഫിഷ്. മീൻ എവിടെ താമസിക്കുന്നു? വസതി. എന്ന് പറഞ്ഞാൽ താമസിക്കുക. എവിടെ താമസിക്കുന്നത്? ജലേ ഭവനെ. ജലത്തിൽ എന്നുള്ളത് എന്താണ്? സപ്തമി ഏകവചനമാണ്. ജലേ ഭവനെ. ഭവനത്തിലാണോ വീട്ടിലാണോ? അല്ല. അപ്പോൾ ജലത്തിൽ എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഡാഷ് പക്ഷി ഭവതി. ഇതിൽ പക്ഷി ബേർഡ്. പക്ഷി ഭവതി പക്ഷിയാകുന്നു. ഇതിലേതാണ് പക്ഷി? ശുനകഃ ശേനഃ. ശുനകഃ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടി. ശുനകഃ പട്ടി. ശേനഃ എന്ന് പറഞ്ഞാൽ കഴുകൻ, പരുന്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ശേനഃ പക്ഷി ഭവതി. ഡാഷ് മിത്രം. ഡാഷ് മിത്രം. എപ്പോഴാണ് മിത്രം ഒരു മിത്രമാകുന്നത്? ആപതി സന്തോഷേ. ആപത്തിലാണോ ഒരു മിത്രമാകേണ്ടത്? സന്തോഷത്തിലാണോ മിത്രമാകേണ്ടത്? ആപത്തിലല്ലേ. ആപതി മിത്രം. ആപത്തിൽ സഹായിക്കുന്നവനാണ് മിത്രം എന്ന് പറയാറുണ്ട്. പിക്കഹ ഡാഷ്. പിക്കഹ എന്ന് പറഞ്ഞാൽ കുയിൽ ഡാഷ്. എന്താ ചെയ്യുന്ന കുയിൽ? ഭഷതി ഭഷതി എന്ന് പറഞ്ഞാൽ കുരകിയാണോ പിന്നെ പിക്കഹ ചെയ്യുന്നതല്ല. പിന്നെയോ ഗായതി പാട്ട് പാടുന്നു. പിക്കഹ ഗായതി. അടുത്ത ഡാഷ് ഗന്തും ഇച്ഛാവഹ. ഗന്തും പോകുവാൻ. തുമിൻ പ്രത്യയമാണ്. ഗന്തും പോകുവാൻ. ഇച്ഛാവഹ ആഗ്രഹിക്കുന്നു. ആര്? ഇവിടെ നോക്കൂ, അവസാനം വന്ന ക്രിയ എന്താ? ഇച്ഛാവഹയാണ്. അപ്പോൾ ഇതിൽ ഏതിനോടാണ് ചേരുന്നത്? അഹം ആവാം വയം. ഇച്ഛാവഹ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ ഉത്തമ പുരുഷ ബഹുവചനമാണ്. ഉത്തമ പുരുഷ ദ്വിവചനമാണ് എന്ത്? ഈ ഇച്ഛാവഹ ഇച്ഛിക്കുന്നു. ആരാ? അപ്പം ഉത്തമ പുരുഷൻ വരുമ്പോഴത്തേക്ക് അഹം ആവാം വയം. ഇതിലേത് വരും? ആവാമല്ലേ വരേണ്ട. ഞങ്ങൾ 2 പേർ ഇച്ഛിക്കുന്നു. ഇച്ഛാമി ഇച്ഛാവഹ ഇച്ഛാമഹയാണ്. അപ്പോൾ ഇവിടെ ഇച്ഛാവഹ മധ്യപുരുഷ ദ്വിവചനം. അപ്പോൾ ഇവിടെ ആവാം വരും. ആവാം ഗന്തും ഇച്ഛാവഹ. ഞങ്ങൾ 2 പേർ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. 9ാമത്തെ നോക്കിക്കോളൂ. പരോപകാരായ ഡാഷ് ഫലന്തി. പരോപകാരായ ഏത് വിഭക്തിയാണ് വരുന്നത്? പരോപകാരത്തിനായിക്കൊണ്ട് ചതുർത്ഥി. പരോപകാരത്തിനായി ഡാഷ് ഫലന്തി. എന്താണ് ഫലം തരുന്നത്? എന്താണ് ഫലം ആവുന്നത്? പരോപകാരത്തിന് വേണ്ടി ഫലം ഉണ്ടാക്കുന്നത് ആരാണ്? നദ്യഃ നദിയാണോ? വൃക്ഷ അതോ വൃക്ഷഹയാണോ?
ഇവിടെ ഫലന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പ്ലൂറലാണ് വരേണ്ടത്, വൃക്ഷാഹ. കാരണം നദ്യഹ എന്ന് പറയുമ്പോൾ നദീ, നദ്യൗ, നദ്യഹയാണ്. അപ്പം നദ്യഹ പ്ലൂറലല്ലേ, പ്രഥമ വിഭക്തി ബഹുവചനം. അതുപോലെ വൃക്ഷ, വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഹ എന്നാണ്, അവിടെയും ബഹുവചനം. എന്തുകൊണ്ട്? ഫലന്തിയാണ്. അപ്പോൾ പരോപകാരത്തിനായിക്കൊണ്ട് എന്താണ് ഇവിടെ ഫലം തരുന്നത്? വൃക്ഷാഹയല്ലേ. നദിയിൽ നിന്നും പിന്നെ ഫലം ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ. വൃക്ഷാഹ ഫലന്തി. അപ്പം നിങ്ങളുടെ വൃക്ഷാഹ എന്ന് എഴുതണം. അടുത്ത ഡാഷ് ശുണ്ഡാം പ്രസരതി. ശുണ്ഡ എന്താണ്? ആനയുടെ തുമ്പിക്കൈക്കാണ് പറയുന്നത്, ആനയുടെ തുമ്പിക്കൈ. പ്രസരതി എന്താണ്? പിന്നെ തുമ്പിക്കൈ പിന്നെ വികസിപ്പിച്ചെടുക്കുന്നത്. കളഭഃ വാനരഃ. കളഭഃ എന്ന് പറഞ്ഞാൽ എന്താ? ആനക്കുട്ടി, ആനക്കുട്ടി. വാനരഃ മങ്കി, കുരങ്ങൻ. അപ്പോൾ ഇതിലേതാ? കളഭയല്ലേ വരേണ്ടത്. അടുത്തത് ന ബ്രൂയാത് സത്യം ഡാഷ്. ന ബ്രൂയാത് സത്യം, സത്യം പറയരുത്. എങ്ങനെയാണെങ്കിൽ, എങ്ങനെയുള്ളതാണെങ്കിൽ, പ്രിയമാണെങ്കിലാണെങ്കിലോ അപ്രിയമാണെങ്കിലോ. ഇത് ഞാനൊരു പിന്നെ ഇത് തന്നല്ലോ നിങ്ങൾക്ക്, ഒരെണ്ണം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇത് വെച്ചിട്ടൊരു സുഭാഷിതം പറഞ്ഞു തന്നിട്ടുണ്ട്. ന ബ്രൂയാത് സത്യം ഡാഷ്. ന ബ്രൂയാത് സത്യം പ്രിയം. പ്രിയമായിട്ടുള്ളത് പറയാൻ പാടില്ല എന്നാണോ? അല്ല. അപ്രിയം, അപ്രിയം സത്യം പറയരുത് എന്നാണ്. അപ്പോൾ അപ്രിയമല്ലേ ഇവിടെ. ന ബ്രൂയാത് സത്യം അപ്രിയം, ഇവിടെ അപ്രിയം എഴുതണം. ദ്വിചക്രിക ഡാഷ് ഭവതി. എന്താ ദ്വിചക്രിക? രണ്ട് ചക്രമുള്ള വാഹനം ഏതാണ്? സൈക്കിളും വരാം, പിന്നെ 2 വീലറും അല്ലേ, സ്കൂട്ടർ വരാം അല്ലേ. അപ്പോൾ ദ്വിചക്രിക ഡാഷ് ഭവതി. ദ്വിചക്രിക എന്താണ്? ജലയാനം, ഭൂതലയാനം. ജലത്തിൽ കൂടി പോകുന്ന യാനം എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി, വെഹിക്കിൾ. ജലയാനം ജലത്തിൽ കൂടി പോകുന്നതാണോ? അല്ലല്ലോ. ഭൂതലയാനം ഭൂമിയിൽ കൂടി പോകുന്നതാണല്ലേ. അപ്പോൾ അത് ഏതാണ്? ഭൂതലയാനമാണ് ഇവിടെ. ദ്വിചക്രിക ഭൂതലയാനം ഭവതി. ഡാഷ് ബഹിഹി ബാലാഹ ക്രീഡന്തി. ഡാഷ് ബഹിഹി പുറത്ത് ബാലന്മാർ ക്രീഡന്തി കളിക്കുന്നു. ഏതിൻ്റെ പുറത്ത്? ഗൃഹസ്യ ഗൃഹാത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെ എല്ലാ വിഭക്തികൾ നല്ലോണം പഠിച്ചു തന്നാൽ ഇതുപോലെയൊക്കെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഗൃഹസ്യാണോ? ഗൃഹസ്യ എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൻ്റെ വെളിയിൽ അല്ല, ഗൃഹാത് വെളി, ഗൃഹത്തിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. പഞ്ചമിയാണ് വരുന്നത്, ഇത് പഞ്ചമിയാണ്. അപ്പോൾ ഇവിടെ പഞ്ചമി വരും. ഗൃഹാത് ബഹിഹി ബാലാഹ ക്രീഡന്തി. ഗൃഹാത് ബഹിഹി. ത്വം വിചാരമൂഢഃ ഡാഷ്. ത്വം നീ. വിചാരമൂഢ. വിചാരമൂഢൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്തവൻ, മൂഢനായിട്ടുള്ളവൻ, ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവൻ. പ്രതിഭാതി അല്ലെങ്കിൽ പ്രതിഭാസി. പ്രതിഭാതി ഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുക എന്നുള്ളത്. പ്രതിഭാതി അതുപോലെ തോന്നുന്നു എന്നുള്ളതാണ്. എങ്ങനെ? വിചാരമൂഢനായി തോന്നുന്നു. ഇവിടെ ത്വമാണ് വരുന്നത്. ത്വം വരുമ്പോൾ ഇവിടെ എന്ത് വരണം? ത്വം എന്ന് പറഞ്ഞാൽ മധ്യമപുരുഷ ഏകവചനമാണ്. അപ്പം വെർബും ക്രിയയും എങ്ങനെ വരണം? മധ്യമപുരുഷ ഏകവചനം തന്നെ വരണം. അപ്പോൾ ഇവിടെ ഏതാണ്? പ്രതിഭാതി എന്ന് പറയുമ്പോൾ പ്രഥമപുരുഷ ഏകവചനമാണ്. പ്രതിഭാസിയാണ് മധ്യമപുരുഷ ഏകവചനം. അപ്പോൾ അവിടെ പ്രതിഭാസി തന്നെ വരണം. ത്വം വിചാരമൂഢഃ പ്രതിഭാസി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ വിഭക്തികളും നല്ലവണ്ണം ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓരോ വിഭക്തിയും എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നു. ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ദിവസം കുറേശ്ശെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിലൂടെ ഞാനത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.